നിങ്ങൾ ദിവസത്തിൽ എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്നു? 5 മണിക്കൂറോ? അതോ 6 മണിക്കൂറോ? അതോ അതിലും കൂടുതലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫോൺ നിങ്ങളാണോ ഉപയോഗിക്കുന്നത്? അതോ ഫോൺ നിങ്ങളെയാണോ ഉപയോഗിക്കുന്നത്? ഈ വീഡിയോയിൽ ഫോൺ അഡിക്ഷൻ നിങ്ങളുടെ ബ്രെയിനിനെയും ജീവിതത്തിനെയും എങ്ങനെയാണ് ഡാമേജ് ചെയ്യുന്നേ, അതും അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഈ ഫോൺ അഡിക്ഷൻ? ഫോൺ അഡിക്ഷൻ എന്നത് സിമ്പിളായി പറഞ്ഞാൽ ഫോൺ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ജസ്റ്റ് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വൈ യു ആർ അഡിക്റ്റഡ് ടു ദ ഫോൺ? ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡോപ്പമിൻ ട്രാപ്പ്. നിങ്ങൾ റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ വീഡിയോയും ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യും. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലഷർ ഹോർമോൺ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തത്. രണ്ടാമത്തെ കാരണം എൻഡ്ലെസ് സ്ക്രോളിംഗ്. സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നിങ്ങൾ കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യാനാണ്. അതിന്റെ ഫലമായി there will be no ending, there is no limit. അതുകൊണ്ട് ബ്രെയിൻ ജസ്റ്റ് വൺ മോർ എന്ന് പറയും. മൂന്നാമത്തത് നോട്ടിഫിക്കേഷൻസ്. ഓരോ നോട്ടിഫിക്കേഷനും ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ആണ്. ആരാണ് മെസ്സേജ് അയച്ചത്? എന്താണ് വന്നത്? ഇത് നിങ്ങളെ വീണ്ടും വീണ്ടും ഫോൺ തുറക്കാൻ ഫോഴ്സ് ചെയ്യും. ഇനി ഈ ഫോൺ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? ഒന്നാമത്തത്, നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടും. ഷോർട്ട് വീഡിയോസ് കൂടുതൽ കാണുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കുറയും. ലോങ് ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത്, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. നൈറ്റിൽ ഫോൺ ഉപയോഗിക്കുന്നത് ഉറക്കം കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് ചെയ്യും. ഇത് നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ടതാണ്. മൂന്നാമത്തത് ഓവർ തിങ്കിങ്, പിന്നെ സ്ട്രെസ്സും. സോഷ്യൽ മീഡിയ നമ്മളെ കമ്പയർ ചെയ്യാൻ പഠിപ്പിക്കും. അവനാണ് ബെറ്റർ, എനിക്കൊന്നുമില്ല. ഇത് സ്ട്രെസ്സും ആൻസൈറ്റിയും ക്രിയേറ്റ് ചെയ്യും. നാലാമത്തത് സമയനഷ്ടം, വേസ്റ്റ് ഓഫ് ടൈം. ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എത്ര സമയം നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്ത് കളഞ്ഞു? ചിന്തിച്ചു നോക്കൂ. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്? ചില സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ആപ്പ് ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഡെയിലി യൂസേജ് ലിമിറ്റ് ഫിക്സ് ചെയ്യൂ. ഉദാഹരണത്തിൽ ഇൻസ്റ്റഗ്രാമിൽ 1 മണിക്കൂർ മാത്രം. രണ്ടാമത്തത്, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. അൺനെസസറി നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫ് ചെയ്യൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തത്, നോ ഫോൺ സോൺസ്. ബെഡിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. മോർണിംഗ് ഫസ്റ്റ് തിങ് ഫോൺ അവോയ്ഡ് ചെയ്യുക. നാലാമത്തത്, റിപ്ലേസ് യുവർ ഹാബിറ്റ്. ഫോൺ ഒഴിവാക്കിയ സമയം പ്രൊഡക്റ്റീവായ വേറെ ഒന്ന് യൂസ് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു നല്ല ബുക്ക് എടുത്ത് വെച്ച് വായിക്കാം, എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാം. അഞ്ചാമത്തത്, ഡിജിറ്റൽ ഡീടോക്സ്. ഒരാഴ്ചയിൽ 1 ദിവസം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഓർക്കുക, ഫോൺ ഒരു ടൂളാണ്. പക്ഷേ എഡിക്ഷൻ ആകുമ്പോൾ
അത് നിങ്ങളുടെ ജീവിതം കൺട്രോൾ ചെയ്യും. സോ കൺട്രോൾ യുവർ ഫോൺ ബിഫോർ ഇറ്റ് കൺട്രോൾസ് യു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.